അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഡ്രസ്സ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇസ്ലാമിക ടിപ്സാണ് പറയുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യണം. ഇത് ചെയ്യാതെ നിങ്ങൾ നല്ലൊരു അവസരം പാഴാക്കരുത്. ഇത് ഏത് ദിവസമായാലും ഇല്ല, എപ്പമായാലും ഇല്ല, നമ്മൾ പെരുന്നാൾക്കേക്കായാലും അല്ലാത്ത ദിവസമായാലും നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. ആ ഒരു ഡ്രസ്സ് നമ്മുടെ കയ്യിൽ ഉള്ള കാലത്തോളം നമുക്ക് ഐശ്വര്യം വന്നു ചേരും, സമ്പത്ത് വന്നു ചേരും, രോഗമുണ്ടാവില്ല. നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ നല്ലൊരു ഉന്മേഷവും ആരോഗ്യവും കിട്ടും. ആ ഒരു ഡ്രസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ബറക്കത്ത് കിട്ടും. നമ്മളുടെ ഡ്രസ്സ് അത്രക്ക് ബറക്കത്തുള്ളതായിട്ട് മാറും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ബറക്കത്ത് കിട്ടാനായിരിക്കുമല്ലോ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ എന്തുമാവട്ടെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് വരെ അല്ലാഹു തആല ബറക്കത്ത് നൽകണം. അതുപോലെ എന്തുമാവട്ടെ, നമുക്ക് ഇപ്പോൾ മക്കളുണ്ടെങ്കിൽ മക്കളിൽ ബറക്കത്ത് നൽകണം, ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിൽ ബറക്കത്ത് നൽകണം, ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയിൽ ബറക്കത്ത് നൽകണം, ഒരു ജോലി ഉണ്ടെങ്കിൽ അതിൽ ബറക്കത്ത് നൽകണം. നമുക്ക് ഒരു ജോലി ഉണ്ട്, അപ്പോൾ സാലറി കിട്ടുമ്പോൾ നമുക്ക് ആ സാലറിയിൽ പടച്ച റബ്ബ് ബറക്കത്ത് നൽകണം. ബറക്കത്ത് നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാലറി എവിടെ നിന്ന് അറിയാതെ പെട്ടെന്ന് തീർന്നു പോകും. നമുക്ക് ആ ഒരു മാസത്തിൽ സാലറി ബാക്കിയില്ലാത്തൊരവസ്ഥ വന്നിട്ട് നമ്മൾ കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അതാണ് ബറക്കത്തില്ലായ്മ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് കാര്യത്തിലും ബറക്കത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഡ്രസ്സിൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ആ ഒരു ഡ്രസ്സ് നമ്മുടെ കയ്യിൽ ഉള്ള കാലത്തോളം നമുക്ക് ബറക്കത്ത് കിട്ടും. ഡ്രസ്സിൽ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി. ആ വീട്ടിൽ ആർക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. ഒരു വീട്ടിൽ ഒരു വ്യക്തി ചെയ്താൽ ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. ആ ഡ്രസ്സ് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെ കുടുംബങ്ങൾക്ക് പരസ്പരം സ്നേഹം നൽകും, ബഹുമാനം നൽകും. ആ ഒരു ഡ്രസ്സ് ഉള്ള കാലത്തോളം നിങ്ങൾ ആ വീട്ടിലുള്ള എത്ര പേരുടെ ഡ്രസ്സിൽ ചെയ്തോ അത്രയും പേരുടെ ആ ഒരു ഡ്രസ്സ് കയ്യിലുള്ള കാലത്തോളം നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടും, ഐശ്വര്യം കിട്ടും, സമ്പന്നരാകും. അത് ഉറപ്പാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങളെല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആത്മാർത്ഥമായിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം ചെയ്താൽ മതി, അല്ലെങ്കിൽ പെരുന്നാൾ അടുപ്പിച്ച് നിങ്ങൾ ആ ഡ്രസ്സ് ഉപയോഗിക്കുന്നതിന് മുന്നേ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നിങ്ങൾ സുബഹി നിസ്കാരം ശേഷം ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും ഫലം കിട്ടും. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചെയ്യാം. റമദാൻ മാസമാണല്ലോ, പകലിൽ ചെയ്താലും രാത്രിയിൽ ചെയ്താലും ഫലം ഉത്തമമാണ്. സുബഹിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ 40 പ്രാവശ്യം നമ്മുടെ ഈ ഒരു ലാസ്റ്റത്തെ 10 ഇറങ്ങിയ സൂറത്തില്ലേ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഖദർ സൂറത്ത്, ഈ സൂറത്ത് 40 പ്രാവശ്യം ഓതിയിട്ട് ആരോടും സംസാരിക്കാതെ പാരായണം ചെയ്യണം. എന്നിട്ട് ഓതിയിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. മന്ത്രിച്ചിട്ട് നിങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ആരൊക്കെ ഡ്രസ്സ് അണിയുന്നുണ്ടോ അവരുടെയൊക്കെ പുതിയ ഡ്രസ്സിൽ ഇടാൻ മുന്നേ ഈ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പാടെ അടുത്തങ്ങോട്ട് ഒഴിക്കലൊന്നുമല്ല, കുറച്ച് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യും പോലെ ഡ്രസ്സിലൊന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഡ്രസ്സ് നിങ്ങൾ ഉടുത്ത് നോക്ക്. നിങ്ങൾക്ക് ബറക്കത്ത് അനുഭവിച്ചറിയാൻ പറ്റും, അത് ഉറപ്പാണ്. കഴിഞ്ഞ റമദാനിലും കഴിഞ്ഞ ഓരോ വർഷത്തെ പെരുന്നാൾക്കും ഓരോരുത്തർ ചെയ്തിട്ട് അവർക്കൊക്കെ നല്ല റാഹത്തുള്ള ജീവിതം കിട്ടുകയും ആ ഒരു ഡ്രസ്സ് ഉള്ള കാലത്തോളം ബറക്കത്ത് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള മറുപടി കിട്ടിയിട്ടുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. വീട്ടിൽ ഒരാളെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഖുർആൻ ഓതിക്കൂടെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഏതെങ്കിലും ഖുർആൻ ഓതുന്ന ആളോട് പറയുക, എന്നിട്ട് ചെയ്യിപ്പിക്കുക. ഇത് നമുക്ക് അത്രക്ക് ഫലം കിട്ടുന്ന ഒരു ആയത്തും ഖുർആനും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും, അത് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. ഈ സൂറത്ത് നമ്മൾ സുബഹിയുടെ സമയത്ത് 3 പ്രാവശ്യവും മഗ്‌രിബിൻ്റെ സമയത്ത് 3 പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ പൈശാചിക ഉപദ്രവം നമുക്ക് ഏൽക്കില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് കിട്ടും. ഒരുപാട് പ്രത്യേകതകളുള്ള സൂറത്താണ്. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പുതിയ ഡ്രസ്സിൽ ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.